നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ സെൻസേഷണൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മൊണാലിസയെ കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും. പ്രയാഗ്രാജിൽ വെച്ച് നടന്ന കുംഭമേളയിൽ രുദ്രാക്ഷം വിറ്റ് നടന്ന ഒരു നാടോടി പെൺകുട്ടിയായിരുന്നു ഈ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി. ഈ മൊണാലിസ കാണാൻ വളരെ ഭംഗിയും സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അവരുടെ കണ്ണുകളുടെ ഭംഗിയും സൗന്ദര്യവും ഒക്കെ കണ്ട് ഒരാൾ ഒരു ഫോട്ടോ എടുത്ത് ഇടുകയും ആ ഫോട്ടോയിലൂടെ ആ പെൺകുട്ടി ഒരുപാട് വൈറലാവുകയും ചെയ്തു. കാരണം ഒരു നല്ല ഇങ്ങനെ രുദ്രാക്ഷമൊക്കെ വിൽക്കാൻ നടക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ അതിന് ഭയങ്കര സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ആ സൗന്ദര്യമായിട്ട് ഒരുപാട് പേരെ, ആ പെൺകുട്ടിയുടെ സൗന്ദര്യവുമായിട്ട് ഒരുപാട് ആൾക്കാരെ ഉപമിച്ചിട്ടുണ്ട്. സുന്ദരികളായ ഒരുപാട് വ്യക്തികളെ ഉപമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പെൺകുട്ടി ഒരുപാട് വൈറലാവുകയും ചെയ്തു. അപ്പോൾ ആ കുംഭമേള കാണാനായിട്ട് ആൾക്കാർ പോയെങ്കിലും കൂടുതൽ ആൾക്കാരും പോയത് ഈ മൊണാലിസയെ കാണാനായിരുന്നു. അപ്പോൾ അവിടെ തിരക്കൊക്കെ നിയന്ത്രിക്കാനാവാതെ വന്നപ്പോഴേക്ക് ഈ പെൺകുട്ടിയെ പിന്നെ അവിടുന്ന് പറഞ്ഞു വിടുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ കുട്ടി വൈറലായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബോബി ചെമ്മണ്ണൂർ തന്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഈ മൊണാലിസയെ വിളിക്കുകയും അങ്ങനെ അതിന്റെ പേരിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുകയും അങ്ങനെയായിരുന്നു കേരളത്തിൽ ഈ പെൺകുട്ടി കൂടുതൽ വൈറലായത്. ഇപ്പോൾ എന്താണ് വിഷയം എന്ന് വെച്ചാൽ, ഈ പെൺകുട്ടിയുടെ വിവാഹം നടന്നിരിക്കുകയാണ്. അത് നോർത്ത് ഇന്ത്യയിൽ തന്നെയുള്ള ഒരു മുസ്ലിം യുവാവുമായിട്ടാണ് വിവാഹം നടന്നിരിക്കുന്നത്. ഈ വിവാഹം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയും ഈ കല്യാണം കഴിച്ച ആ പയ്യനും ഏതോ ഒരു ഷൂട്ട് നടക്കുന്നതിനിടയിൽ പരിചയപ്പെടുകയും അവർ 6 മാസമായി അവർ തമ്മിൽ പ്രണയത്തിലാവുകയും എന്നാണ് ഇവർ പറയുന്നത്. അപ്പം അത് പ്രകാരം ഈ പെൺകുട്ടി അങ്ങോട്ട് ഈ പയ്യനെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ പ്രപ്പോസ് ചെയ്തപ്പോൾ ഈ പയ്യൻ ആദ്യം നിരസിച്ചെങ്കിലും പിന്നീട് അത് അക്സെപ്റ്റ് ചെയ്യുകയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടി വീട്ടിൽ വിവരങ്ങൾ പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് ഈ യുവാവ് മുസ്ലിം യുവാവ് ആയതുകൊണ്ടും ഈ പെൺകുട്ടി ഹിന്ദുമതത്തിലായതുകൊണ്ടും നോർത്ത് ഇന്ത്യയിലൊന്നും ഈ കാര്യം വിവാഹം നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് അവർ കേരളത്തിലേക്ക് വരികയായിരുന്നു. അപ്പോൾ കേരളത്തിൽ വന്ന് തമ്പാനൂർ സ്റ്റേഷനിൽ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരങ്ങൾ അറിയിക്കുകയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയും ഇവരുടെ വിവാഹം നടത്തുകയും ചെയ്യുകയായിരുന്നു. ഇത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട അംഗങ്ങളായ പ്രധാനപ്പെട്ട മന്ത്രിമാരും അംഗങ്ങളും എംപിമാരും ഒക്കെ ആയ കുറച്ച് ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നായിരുന്നു വിവാഹം നടത്തി കൊടുത്തത്. അപ്പോൾ നമുക്ക് വിവാഹത്തിന്റെ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. നമ്മുടെ ഇവിടെ 4 ദിവസം മുന്നേ ഇവിടെ ഒരു ഷൂട്ടിംഗായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പോൾ വന്നിട്ട് ശേഷമാണ് അവർ ഈ തീരുമാനത്തിലോട്ട് വരുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോ ഇതാണ് താലിയല്ലേ, ഇതാണ് നമ്മൾ പറയുന്നത് റിയൽ കേരള ലവ് സ്റ്റോറി എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന, അതല്ലെങ്കിൽ സ്വാഭാവികമായും നമുക്ക് വലിയ ചർച്ചയായിട്ടുള്ള ഇതിനോടകം തന്നെ ചർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളമാണ് ഏറ്റവും സുരക്ഷിതമായ സ്ഥാനം, അല്ലെങ്കിൽ ഇവിടെ വന്നാലാണ് അവർക്ക് ഏറ്റവും സുരക്ഷിതമായി സന്തോഷത്തോടുകൂടി ഒരു ജീവിതം തുടങ്ങാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കി ഇവിടേക്ക് എത്തിച്ചേർന്നവരായിട്ട് നമ്മൾ മലയാളികൾ തന്നെ മുന്നിട്ട് നിൽക്കുകയാണ്. സ്നേഹത്തോടെ അവിടെ ചേർത്ത് പിടിക്കുകയാണ്. അവരുടെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല, മറ്റൊരു അതിർവരമ്പ് അവരെ പിരിക്കാനാവില്ല എന്ന് നമ്മൾ വീണ്ടും നിന്ന് അവരുടെ കഥ നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഇപ്പോഴിതാ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അവരുടെ കുടുംബം ഒരു വിധത്തിലും അവർ അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല ഇവരുടെ ഒരു വിവാഹം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 മതവിഭാഗത്തിൽപ്പെട്ടവർ തീർച്ചയായിട്ടും വിവാഹം കഴിഞ്ഞപ്പോൾ ആശംസകൾ അറിയിക്കുകയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും മന്ത്രി V ശിവൻകുട്ടിയും അടക്കമുള്ളത്. അതിനൊപ്പം തന്നെ അവർ നമ്മൾ നേരത്തെ കണ്ടതാണ് പറഞ്ഞതുപോലെ വിവാഹം സ്വർഗത്തിൽ നടക്കുന്നുവെന്ന സങ്കല്പം ശരിയെങ്കിൽ അത്തരം ഒരു സ്വർഗമാണ് കേരളം. ആ സ്വർഗത്തിൽ അവരുടെ വിവാഹം നടന്നിരിക്കുന്നു. ആ ക്ഷേത്രത്തിൽ ഇനി അവരുടെ പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ कैसा फील हो रहा है? अच्छा, बहुत अच्छा। यहाँ आकर शादी करने का डिसीजन कैसा लिया? പെൺകുട്ടിയുടെ വിവാഹമായിരുന്നു ആദ്യ ദിവസങ്ങളിൽ ചർച്ചയെങ്കിൽ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ ഏജിനെ കുറിച്ചും പെൺകുട്ടിയുടെ സാധുതയില്ലാത്തൊരു വിവാഹം എന്ന രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്പലത്തിൽ വെച്ചായിരുന്നു വിവാഹം നടത്തിയിരുന്നത്. അപ്പോൾ ഈ മുസ്ലിം യുവാവ് അമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന വീഡിയോസ് ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം
ന്യൂസ് ചാനലുകളിലെല്ലാം വന്നത്. അപ്പോൾ ഈ ന്യൂസ് ചാനലുകാരൊക്കെ ഈ ന്യൂസ് കവർ ചെയ്യാൻ നടക്കുന്ന ഒരു പരാക്രമണം തന്നെയായിരുന്നു. വിവാഹം കഴിഞ്ഞ് കുട്ടികളെ ഈ പെൺകുട്ടിയുടെ ഇതൊക്കെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും ഈ ന്യൂസ് ചാനലുകാരുടെ മൈക്കും ബഹളവും ആകെ ഭയങ്കര ഒരു കേരളം ഇളക്കി മറിച്ചൊരു വിവാഹം തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. കേരള സ്റ്റോറിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ഇതാണ് റിയൽ കേരള സ്റ്റോറി, കേരള സ്റ്റോറിയിൽ കണ്ടതല്ല റിയൽ സ്റ്റോറി, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിലെ റിയൽ സ്റ്റോറി എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, കേരളത്തിലുള്ള ആൾക്കാർ ഇതിന് കൂടുതൽ അക്സെപ്റ്റൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. ഈ പെൺകുട്ടിയെ ഒരു വീട്ടിലേക്ക് വിളക്ക് കൊടുത്ത് സ്വീകരിക്കുന്നതൊക്കെ നമുക്ക് വീഡിയോയിലുണ്ട്, അതൊക്കെ ഒന്ന് കാണാം. സ്വീകരിക്കുന്ന വീട് അത് ആരുടേതാണെന്നോ എന്താണെന്നോ നമുക്കറിയില്ല. ഒരു വീട്ടിലേക്ക് ഒരു വിളക്ക് കൊടുത്തൊരു സ്ത്രീ സ്വീകരിച്ച് അകത്തേക്ക് ആനയിച്ചുകൊണ്ട് പോകുന്നതുണ്ട്. ഇപ്പോഴത്തെ വിവാദം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. 17 വയസ്സ് കഴിഞ്ഞ് ഏതാനും മാസങ്ങളായിട്ടുള്ള എന്നാണ് പറയുന്നത്. പക്ഷെ ഈ പെൺകുട്ടി സബ്മിറ്റ് ചെയ്ത ആധാർ കാർഡ് പ്രകാരം പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രൂഫൊക്കെ ആധാർ കാർഡിന്റെ പ്രൂഫ് ഞാനിവിടെ വെക്കുകയാണ്. അപ്പൊ അത് പ്രകാരം ആ പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന് അമ്മയുടെ വോയിസ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല അവർ പറയുന്നുണ്ട് പെൺകുട്ടിക്ക് എന്തോ മയക്കുമരുന്നോ മറ്റോ കൊടുത്ത് പെൺകുട്ടി ഒന്നും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് പോലീസും എല്ലാവരും കൂടെ ചേർന്ന് വിവാഹം നടത്തി കൊടുത്തത് എന്നൊക്കെയാണ് പെൺകുട്ടിയുടെ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള ആരോപണം. ഈ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്ന ജനം TV-യാണ്. അപ്പൊ അവരാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പെൺകുട്ടിയുടെ കഴിഞ്ഞ ബർത്ത്ഡേ ആഘോഷിച്ച വീഡിയോയിൽ വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് 21 മറ്റോ ആണ് പെൺകുട്ടിയുടെ ബർത്ത് ഡേറ്റ് എന്ന് പറയുന്നത് 2009. പക്ഷേ ഇപ്പോൾ ഇവിടെ ആധാറിൽ കൊടുത്തിരിക്കുന്ന 1 ജനുവരി 1 ഈ കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് റിയൽ ആധാർ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആധാർ എങ്ങനെയെങ്കിലും ഇവർ ഉണ്ടാക്കി കൊടുത്തതാണെങ്കിൽ ഇത് ഭയങ്കരമായ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വലിയ ഒരു വെല്ലുവിളി തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ഇതൊരു ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള ഒരു വിവാഹമാണ്. ഇത് ലവ് ജിഹാദ് എന്ന വിഷയത്തിലേക്കൊക്കെ ഇത് പോകാൻ ചാൻസ് ഉണ്ട്. പെൺകുട്ടിക്ക് 17 വയസ്സാണെങ്കിൽ ഇത് മറ്റൊരു രീതിയിലുള്ള കേസും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ശിക്ഷാ നടപടികൾക്ക് ഈ വിവാഹത്തിൽ പങ്കെടുത്ത വിവാഹവുമായിട്ട് സഹകരിച്ച ആൾക്കാരെല്ലാം അതിന് ആ കേസിൽ ഉൾപ്പെടും എന്നുള്ളതാണ്. കേരള സ്റ്റോറി എന്ന തരത്തിൽ പ്രചരണം നടത്തിയാണ് CPM സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാനത്തെ മന്ത്രിയും വിവാഹത്തിൽ പങ്കെടുത്തത്. CPM നടത്തിക്കൊടുക്കുന്ന വിവാഹമായി ഇതിനെ ചിത്രീകരിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് മൊണാലിസയുടെ പ്രായം സംബന്ധിച്ച വിവരങ്ങളും പുറത്തു വന്നത്. ഇന്ത്യ ടുഡേ കഴിഞ്ഞ വർഷം മൊണാലിസയുടെ ജന്മദിനത്തിൽ റിപ്പോർട്ട് ചെയ്തത് 16 വയസ്സ് എന്നാണ്. ജനുവരി 21, 2009 ഡേറ്റ് ഓഫ് ബർത്തായി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൊണാലിസയുടെ നിലവിലെ പ്രായം 17 വയസ്സും 2 മാസവുമാണ്. മൊണാലിസയുടെ ജന്മദിനത്തിൽ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും 16 വയസ്സ് എന്ന് തന്നെയാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ച ആധാറിൽ 1/1/2008 വിവാഹം നടക്കുന്നതിനായി ആധാറിൽ കൃത്രിമം നടത്തിയതാണോ എന്നാണ് നിലവിൽ സംശയമായി ഉയരുന്നത്. മൊണാലിസയുടെ പ്രായത്തിൽ വ്യക്തത വരുത്താതെയും ബന്ധുക്കളുമായും സംസാരിക്കാതെയുമാണ് CPM വിവാഹത്തിന് മുൻകൈയെടുത്തത്. മുസ്ലിം യുവാവ് ഹിന്ദു യുവതിയെ കല്യാണം കഴിക്കുന്നു എന്നതിനെ റിയൽ കേരള സ്റ്റോറിയായി പ്രചരണം നടത്തി കല്യാണം കൊഴിപ്പിക്കുകയായിരുന്നു. എന്നാൽ മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായില്ല എന്ന് തെളിഞ്ഞാൽ വിവാഹം നടത്തിയവർക്കെതിരെയും കേസെടുക്കേണ്ടി വരും. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ CPM സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിയും അടക്കമുള്ളവർ നിയമത്തിന് മുന്നിൽ ഉത്തരം പറയേണ്ടി വരും. ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. മൊണാലിസയ്ക്ക് 16 വയസ്സെന്ന അമ്മ പറയുന്ന ശബ്ദ സന്ദേശം ജനം TV-ക്ക് ലഭിച്ചു. देखो मेरी बात समझो, मेरा आदमी एक ही लाए, दोनों माए बेटे गए थे. आप केरला से बात कर रहे हो ना सर? मेरे पाँव पड़ू. मेरे आदमी को वो लोगों ने कब्जे में ले लिया, उसको थाने में बिठा दिया. मेरी लड़की को कुछ खिला पिला दिया तो मेरी लड़की से कुछ बोले भी नहीं, कुछ घर की बात भी नहीं, और मेरी लड़की से शादी जबरदस्ती कर ली. सर तेरे पाँव पड़ू. मेरा आदमी अभी देखो केरला में बैठा है, एयरपोर्ट में बैठा है सर. एयरपोर्ट में. ठीक है. माता जी ये बताइए इनका जो डेट ऑफ बर्थ कितना है ये मोना का? कैसे बोलो? जन्म तीयदी कितना है? मेरा जन्म देखो, मेरी लड़की का जन्म 16 साल का ही है. तो मेरे पति हेलो मेरी लड़की का 16 साल का ही है. ഈ പെൺകുട്ടിയോട് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ ഇന്നലെ വിവാഹ സമയത്തൊക്കെ വീഡിയോ ന്യൂസ് ചാനൽസ് ഒക്കെ ചോദിക്കുമ്പോൾ തന്നെ പെൺകുട്ടിക്ക് യഥാർത്ഥത്തിൽ ഹിന്ദി അല്ലാതെ
ഒരു ഭാഷ സംസാരിക്കാൻ അറിയില്ല. എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചാൽ ഈ പെൺകുട്ടികൾ മറുപടി പറയാൻ അറിയില്ല. കാരണം ഒരു നാടോടി പെൺകുട്ടിയാണ്, അവർക്ക് പ്രോപ്പറായിട്ടുള്ള വിദ്യാഭ്യാസം ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പെൺകുട്ടിക്കും ഉണ്ടാവും. പക്ഷെ പെൺകുട്ടികളുടെ സമ്മതത്തോടെ തന്നെയാണ് വിവാഹം നടന്നിരിക്കുന്നത്. എങ്കിലും ഇങ്ങനെ ഈ മാതാപിതാക്കൾ 18 വയസ്സ് തികഞ്ഞില്ല എന്നുള്ള ആരോപണം സത്യമാവുകയാണെങ്കിൽ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു ആരോപണം അത് സത്യമാവാൻ ചാൻസ് കുറവാണ്. കാരണം ഈ കൊടുത്ത ആധാർ കാർഡ് പ്രകാരം എന്തായാലും ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ പോലീസുകാർ അതിന്റെ അന്വേഷണങ്ങൾ നടത്തുകയും ഈ കുട്ടികളുടെ പേരൻസിനെയൊക്കെ വിളിച്ച് അന്വേഷിച്ചിട്ട് മാത്രമേ ഒരു വിവാഹം നടത്തത്തുള്ളൂ. അപ്പം എന്തായാലും ആ ആധാർ കാർഡ് അതിന്റെ പ്രൂഫ് കൊടുക്കുമ്പോൾ അവരത് ഒറിജിനൽ ആണോ എന്ന് ചെക്ക് ചെയ്യാതെ അതിനൊരു അബദ്ധത്തിലേക്ക് നമ്മുടെ കേരള പോലീസ് പോകത്തില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പോൾ ഈ ഇലക്ഷനൊക്കെ നടക്കുന്നത് പ്രമാണിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് ചെയ്തപ്പോൾ അവരുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാർട്ടികൾ അവർക്കെതിരെ ഒരു തുറുപ്പ് ചീട്ട് കിട്ടിയത് എടുത്ത് ഉപയോഗിക്കുന്നതാണോ എന്നും നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ കിട്ടുന്ന ന്യൂസ് പ്രകാരം ഇത് നടന്നിരിക്കുന്നത് 18 വയസ്സ് തികയാത്ത പെൺകുട്ടിയുടെ വിവാഹമാണ് നടന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഈ വിവാഹം 18 വയസ്സ് തികയാതെ ഈ പെൺകുട്ടിയുടെ വിവാഹം നടത്തിയിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് തെളിയിക്കാൻ ഇവർക്ക് കഴിഞ്ഞാൽ ഈ വിവാഹം നടത്തിയ എല്ലാവരും കേസിൽ ഉൾപ്പെടും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കാര്യങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ ഒക്കെ രേഖപ്പെടുത്തണം. ഈ ഒരു വിവാഹം കേരളത്തിൽ ജനങ്ങൾ ഒരുപാട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള ആൾക്കാർ ഇനിയിപ്പോൾ കരുതും കേരളത്തിലേക്ക് ചെന്നാൽ ഒരു മുസ്ലിമും ഹിന്ദുവും ഒക്കെ ആയിട്ട് നോർത്ത് ഇന്ത്യയിൽ വിവാഹം നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ചിന്തിക്കും ചിലപ്പോൾ കേരളത്തിലേക്ക് വന്നാൽ ഈ വിവാഹം നടത്താൻ എളുപ്പമാണെന്ന് അവർ ചിന്തിച്ച് അപ്പോൾ ഭാവിയിലേക്ക് അങ്ങനെയും ഒരു ഇഷ്യൂ കേരളത്തിന് വരാനായിട്ടിരിക്കുകയാണ്. കാരണം അത് വളരെ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ആധാർ കാർഡും അതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.